എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ വീക്ഷിക്കുന്ന സുഹൃത്തുക്കൾ സാധിച്ചാൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിച്ചാലും. ഇന്നത്തെ വീഡിയോ പ്രധാനമായി തരുന്ന ഒരു സന്ദേശം വലിയൊരു വജ്രായുധത്തെക്കുറിച്ചാണ്. അതായത് ഇന്ന് ലോകത്ത് നാം കാണുന്ന ആയുധങ്ങൾ ഓരോ സമയവും ഓരോ നിമിഷവും അതിൻ്റെ ടെക്നോളജി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ ഭാരിച്ച ചെലവും ഇതെല്ലാം ഉപയോഗിക്കുന്നത് മനുഷ്യരാശിയെ കൊന്നൊടുക്കാനാണ്, നശിപ്പിക്കാനാണ്, പ്രകൃതി സൗന്ദര്യത്തെ ഇല്ലാതാക്കാനാണ്. നമുക്കെല്ലാം തുറന്നൊരു സത്യമാണ്, അറിയാവുന്നതാണ്. എന്നാൽ ഓരോ വ്യക്തി ജനിക്കുമ്പോഴും ഈശ്വരൻ കൊടുക്കുന്ന ഒരു വരദാനമാണ്, ഒരു വജ്രായുധമാണ് ക്ഷമയെന്ന ഒരായുധം. പലരും ഇതിനെക്കുറിച്ച് വിസ്മരിക്കപ്പെടുന്നു. സുഹൃത്തുക്കളോടൊന്ന് പറയാനുള്ളത്, ഏതൊരു വ്യക്തിയാണോ ക്ഷമയെന്നുള്ളത് അതൊരു ആയുധമായി കാണുന്നു, ആ ആയുധം ഉപയോഗിക്കുന്നു, അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ളവരായി തന്നെ ജീവിക്കും. മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന ക്ഷമയും മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന ക്ഷമയും അതാണ് ഏറ്റവും വലിയൊരു വരദാനം. നമ്മെ ആര് എത്ര കണ്ട് ഉപദ്രവിച്ചാലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അതിനെ പ്രതികരിക്കരുത്. അതിനെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ക്ഷമ കൊണ്ടായിരിക്കണം. നമ്മൾ ക്ഷമിക്കുമ്പോൾ നാം ശക്തിയില്ലാത്തവരായി നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് തോന്നിയേക്കാം. എന്നാൽ നാം പ്രതിരോധിക്കാത്തിടത്തോളം കാലം അവൻ്റെ അന്തരാത്മാവിൽ ഒരു തോന്നലുണ്ടാക്കും, ഞാൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഒക്കെ ചെയ്തിട്ടും എന്താണ് ഈ മനുഷ്യൻ റിറ്റാലിയേറ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നവനൊരു തോന്നലുണ്ടാകും. അവിടെ വെച്ച് അവൻ്റെ രോഷം ശമിക്കും. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ക്ഷമയാണ്. സുഹൃത്തുക്കളെ, ആര് നിങ്ങളെ എതിർത്താലും ആര് നിങ്ങളെ വേദനിപ്പിച്ചാലും ഒന്നും നിങ്ങൾ അതിനെ കാര്യമാക്കരുത്. ക്ഷമയെന്നുള്ളൊരു ആയുധമുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളിലുണ്ടെന്ന് മാത്രം കരുതുക, ഒരു ദൈവിക ശക്തി നിങ്ങളിലുണ്ടെന്ന് മാത്രം കാണുക. ക്ഷമിക്കാൻ സാധിക്കാത്തവർ അവർ ബലഹീനരാണ്. ക്ഷമിക്കാൻ സാധിക്കാത്തവർ അവർക്ക് ആരുടെയെങ്കിലും സഹായമില്ലാതെ അവർക്ക് ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ക്ഷമിക്കാൻ സാധിക്കാത്തവർക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കില്ല. ക്ഷമയെന്നുള്ളതില്ലെങ്കിൽ ഈ ലോകത്തൊന്നിനെയും അവർക്ക് അതിൻ്റെ സ്വാഭാവികതയോടൊപ്പം കാണാനും സാധിക്കില്ല. ഏറ്റവും വലുത് ക്ഷമയാണ്. ഭർത്താവ് എത്ര കണ്ട് ഭാര്യയോട് ക്ഷമിക്കുന്നോ അത്രയ്ക്കും അവൻ സമാധാനമുള്ളവരായിരിക്കും. മറിച്ച് ഭാര്യ എത്ര കണ്ട് ക്ഷമിക്കുന്നോ അത്രയ്ക്കുള്ള സമാധാനം ആ സ്ത്രീയുടെ ഹൃദയത്തിലും ഉണ്ടാകും. അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ക്ഷമ കൊണ്ട് മാത്രം എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ക്ഷമിക്കുക, അതിനൊരു അവസാനം കാണും. ഇവിടെ ഏതിനും ഒരു അവസാനമുണ്ട്. അവസാനമില്ലാത്ത യാതൊന്നുമില്ല. ഈശ്വരൻ സൃഷ്ടിച്ചതിനെല്ലാത്തിനും ഇവിടെ ഒരു അവസാനമുണ്ട്. അതിൻ്റെ അവസാനത്തിന് മുൻപുള്ള ദിനങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നവർക്ക് മനസ്സിലാകും. സുഹൃത്തുക്കളെ, നാം ആരെയും കീഴ്പ്പെടുത്താനോ ആരോടും മത്സരിക്കാനോ ഒന്നും പോകണ്ട. അവർ നമ്മളോട് മത്സരിച്ചോട്ടെ, കുഴപ്പമില്ല. നമുക്ക് കാണാം, എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്ന ഒന്ന്, ഏറ്റവും കൂടുതൽ പറയുന്നത് ക്ഷമയും സ്നേഹവും അഹിംസയും ഇതിനെയൊക്കെ കുറിച്ചാണ്. ഇന്നത് നാമമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏത് മനുഷ്യരുണ്ടോ അവർ സന്തോഷത്തോടെ ജീവിക്കുക. നമുക്കറിയാം, പല ഹൃദയം കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അതിനെ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഉള്ളത് കിട്ടിയത് എന്താണോ അത് മഹാഭാഗ്യമെന്ന് ചിന്തിക്കുകയും അതിന് ഈശ്വരനോട് കടമപ്പെട്ടവരായിരിക്കും എന്നുള്ളൊരു ഓർമ്മയും ആരിലൊക്കെ ഉണ്ടോ അവരെപ്പോഴും സമാധാനമായി തന്നെ
ജീവിക്കും. അവിടെ സമാധാനം ഉണ്ടാകും, തൃപ്തി ഉണ്ടാകും, സന്തുഷ്ടി ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. ആർഭാടവും ആഡംബരവും സ്വത്തും മുതലുകളും ഇതൊന്നുമല്ല ഒരു മനുഷ്യന് പ്രധാനമായി വേണ്ടത് സ്നേഹവും ക്ഷമയും സാഹോദര്യമൊക്കെയാണ്. നാം എത്ര കണ്ട് അന്യവരെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നോ, നാക്കുകൊണ്ട് സ്നേഹിക്കേണ്ട, മറ്റൊന്നും കൊണ്ട് പക്ഷേ മനസ്സുകൊണ്ട് നാം സ്നേഹിക്കണം. നമ്മുടെ അയൽവക്കത്തുള്ളവരാണെങ്കിൽ നമ്മളോട് സംസാരിച്ചില്ലെങ്കിലും നാം അവരെ സ്നേഹിക്കണം, അവർ നന്നായിരിക്കണം. ജീവിതത്തിൽ നിങ്ങൾ എപ്പോൾ നിങ്ങൾ സന്തുഷ്ടരാകുന്നു വെച്ചാൽ എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു, അവർ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശത്രുക്കളും നിങ്ങളുടെ മിത്രങ്ങളും നിങ്ങളുടെ ബന്ധുജനങ്ങളും നിങ്ങൾ അറിയുന്നവരും നിങ്ങൾ അറിയാത്തവരും എല്ലാവരും നല്ല രീതിയിലിരിക്കണം. അവർക്ക് സന്തോഷമുണ്ടാകണം, അവർക്ക് ശാന്തി ഉണ്ടാകണം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാര് ധ്യാനിക്കുന്നോ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നതും അവിടേക്ക് ഈശ്വരൻ എത്തിക്കുകയുള്ളൂ. നിങ്ങൾ ഏത് അമ്പലങ്ങളിലും ഏത് പള്ളികളിലും എത്ര ആരാധനകൾ കറങ്ങി ചുറ്റിയാലും നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും കൂടുതലും പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കുന്നു? വളരെ ചുരുക്കം പേർ. അതുകൊണ്ട് ഇന്നു മുതൽ തുടക്കം കുറിക്കുക, ഇന്നത്തെ ദിവസം മുതൽ തുടക്കം കുറിക്കുക. രാവിലെ ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാവർക്കും, നിങ്ങൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും ബന്ധുക്കളും ശത്രുക്കൾക്കും സുഹൃത്തും ഭഗവാനെ നല്ലത് വരണേമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അന്നത്തെ ദിവസം സമാധാനത്തിൻ്റെ വളരെ തൃപ്തിയുള്ളൊരു ദിവസമായിരിക്കും. നിങ്ങൾക്കെല്ലാം നല്ല ഒരു അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. സോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് അഭികാമ്യം. സോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ വീതി തുറക്കണം, ഒരു പുതിയ ശൈലി ഉണ്ടാകണം. അതിലൂടെ നിങ്ങൾക്ക് സന്തുഷ്ടിയും സമാധാനവും സ്നേഹവും ഉണ്ടാകും. ക്ഷമയെന്ന ആ വജ്രായുധം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെ ജീവിതം തുടരുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ വീഡിയോ സാധിച്ചാൽ അറിയുന്നവരെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു. ഞാൻ GK തുമ്പക്കാട്.